സ്നേഹാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ ദിവസത്തിൻ്റെ ബറക്കത്തുകൊണ്ട് നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. അറിഞ്ഞും അറിയാതെയും ഒക്കെ ഇതുവരെ ചെയ്തു പോയ സർവ തെറ്റുകുറ്റങ്ങളും അബുലിസ്സത്തായ പടച്ചവൻ അവൻ്റെ ഔദാര്യം കൊണ്ട് നമുക്ക് പരിപൂർണ മാപ്പും മഗ്ഫിറത്തും തന്ന് അനുഗ്രഹിക്കട്ടെ. രോഗങ്ങൾ, ബലാഹുകൾ, മുസീബത്തുകൾ, ഇടങ്ങേറുകൾ എല്ലാത്തിനും ശിഫയും സലാമത്തും തന്ന അല്ലാഹു നാം ഏവരെയും സന്തോഷിപ്പിക്കട്ടെ. ഈ വർഷത്തെ നമ്മുടെ ഹാജിമാർ പരിപൂർണമായി അവരുടെ എല്ലാ അമലുകളും അല്ലാഹു സ്വീകരിക്കട്ടെ. മരിച്ചുപോയവർ, കാരണവന്മാർ, തൊട്ടടുക്കൽ പള്ളിക്കാട്ടിൽ ആറടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ, പടച്ച റബ്ബ് അവർ ഓരോരുത്തരുടെയും ഖബറുകൾ സ്വർഗീയ സന്തോഷത്തിലാക്കി അനുഗ്രഹിക്കട്ടെ. നാളെ പരിശുദ്ധമായ ജന്നത്തുൽ ഫിർദൗസിൽ കൂടാൻ അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദുനിയാവും ആഖിറവും പരാജയപ്പെടുത്തിക്കളയുന്ന പല ദുർഗുണങ്ങളുമുണ്ട് എന്ന് നമുക്കറിയാം. ചില കാര്യങ്ങൾ നമ്മുടെ ദുനിയാവിനെയും ആഖിറത്തിനെയും നശിപ്പിച്ചു കളയുന്നതാണ്. അത്തരം ദുർഗുണങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മെ വിശ്വസിക്കുന്നവരോട് നമ്മൾ വിശ്വാസവഞ്ചന കാണിക്കുക എന്നുള്ളത്. നമ്മെ വിശ്വസിക്കുന്നവർ കുടുംബത്തിലാകട്ടെ, കച്ചവടത്തൊഴിൽ മേഖലകളിലാകട്ടെ, നാം നമ്മെ വിശ്വസിക്കുന്നവരെ നമ്മൾ വഞ്ചിക്കുക. അതിൻ്റെ അനന്തരഫലം ആഖിറത്തിൽ മാത്രമല്ല ദുനിയാവിലും നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നാണ്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഖായിനീൻ, വഞ്ചന കാണിക്കുന്നവരെ പടച്ച റബ്ബ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. ഈമാനുള്ള ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ലാത്ത ഈമാൻ അഭിനയിക്കുന്നവരുടെ ഒരടയാളമാണത് എന്നാണ്. ഒരാളുടെ ഭാഗത്ത് വിശ്വാസവഞ്ചന ഉണ്ടായാൽ അയാളുടെ ഈമാൻ അഭിനയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നതാണ്. വിശ്വസിച്ചാൽ വിശ്വസിക്കുന്നവരെ വഞ്ചിക്കുക, അത് ഈമാൻ അഭിനയിക്കുന്നവരുടെ അടയാളമാണ്. ദുനിയാവിലും ആഖിറത്തിലും അതിന്റെ അനന്തരഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. ആഖിറത്തിൽ എന്താണ്? ഫിന്നാർ, നരകത്തിലാണ്. ആഖിറത്തിൽ നരകത്തിലാണ്. അൽ മക്റു വൽ ഖദീഅതു വൽ ഖിയാനതു ഫിന്നാർ, വഞ്ചന, അതിന്റെ എല്ലാ വിഭാഗങ്ങളും അത് നരകത്തിലാണ്. അത് ചെയ്യുന്നവർ നരകാവകാശികളാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ ആഖിറത്തിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് അള്ളാഹുവിന്റെ റസൂല് നമ്മുടെ കരം പിടിക്കും എന്നുള്ളത്. റസൂലിന്റെ ശഫാഅത്ത്,
അന ഖസ്മുഹും, റസൂല് പറയാണ്, വിശ്വസിക്കുന്നവരെ ആരെങ്കിലും വഞ്ചിച്ചാൽ അന ഖസ്മുഹും, ഞാൻ അവരുടെ ശത്രുവാണ്. അവരെ സഹായിക്കാനോ അവരെ ഏറ്റെടുക്കാനോ ഞാനില്ല എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചുതരാം. ആഖിറത്തിലേക്ക് പോയിട്ട് കാര്യമില്ല, ദുനിയാവും അങ്ങനെ തന്നെയാണെന്നാണ്. അൽ അമാനത്തു, വിശ്വസ്തത, തജുറു റിസ്ഖ, അത് ദുനിയാവിൽ നമുക്ക് റിസ്കിനെ കൊണ്ടുവരും. വിശ്വസ്തത അത് റിസ്ഖിനെ കൊണ്ടുവരും, ഭക്ഷണത്തെ കൊണ്ടുവരും. നമ്മുടെ ജീവിത വരുമാന വഴികൾ എല്ലാം, ഇതിലെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകും. വൽ ഖിയാന, എന്നാൽ വഞ്ചനയോ, തജുറു, അത് കൊണ്ടുവരുന്നത് അൽ ഫഖർ, ഇല്ലായ്മയാണ് വിശ്വാസ വഞ്ചന കൊണ്ടുവരുന്നത് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ. ഒരു ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു പറയാണ്, ഞാൻ സാലിസു ശരീക്കൈൻ, രണ്ട് ഉറ്റമിത്രങ്ങൾ, ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന രണ്ട് ഉറ്റമിത്രങ്ങൾ, അവരിലെ മൂന്നാമൻ ഞാനാണ്. അവരുടെ മൂന്നാമൻ ഏത് വിഷയത്തിലും അവരുടെ സഹായിയായി, അവരുടെ കൂട്ടാളിയായി, അവരുടെ സുഹൃത്തായി, മൂന്നാമനായി ഞാനുണ്ട്. പക്ഷേ അവർക്കിടയിൽ വിശ്വാസവഞ്ചന നടന്നാലോ, ഖറജ്തു ബൈനഹും, അവർക്കിടയിൽ നിന്ന് ഞാൻ പോകും. രണ്ട് കച്ചവടക്കാരാണ്, സുഹൃത്തുക്കളാണ്, ഷെയർ ബിസിനസ് നടത്തിയതാണ്. അവരാത്മാർത്ഥമായി മുന്നോട്ടു പോകുന്ന കാലമത്രയും പരസ്പര വിശ്വാസത്തോടെ, വഞ്ചനയില്ലാതെ, കളവില്ലാതെ മുന്നോട്ടു പോകുന്ന കാലമത്രയും അള്ളാഹുവിന്റെ സഹായം, അവരുടെ കൂട്ടത്തിൽ കൂട്ടാളിയായി അവരെ സഹായിക്കാൻ അള്ളാഹു ഉണ്ട്. പടച്ച റബ്ബ് എന്നെ പറയാൻ, വഞ്ചന നടന്നാൽ, വിശ്വാസവഞ്ചന നടന്നാൽ അവരിൽ നിന്ന് ഞാൻ പുറത്തു പോകും. ആ വിശ്വാസവഞ്ചകൻ, അവനെ പിന്നെ സഹായിക്കാൻ അള്ളാഹു ഇല്ല. എവിടെയും കച്ചവടത്തിലോ അല്ലാതെയോ വിശ്വാസവഞ്ചന കാണിച്ചാൽ അവര് പെടില്ല എന്നാണ്. ആ ചെയ്തത് യഥാർത്ഥത്തിൽ വിശ്വാസവഞ്ചനയാണെങ്കിൽ ദുന്യാവിൽ പിന്നെ രക്ഷപ്പെടില്ല എന്നാണ്. അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകൂല. പൈസ ചിലപ്പോ ഉണ്ടായിന്നൊക്കെ ഇരിക്കും, പക്ഷേ ദുന്യാവിൽ രക്ഷപ്പെട്ടുകൊള്ളണമെന്നില്ല. അത് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പാണ്. അതുപോലെ മാമിൻ ദംബിൻ അജ്ദറു അൻ യുഅജ്ജിലല്ലാഹുൽ ഉഖൂബത ഫിദ്ദുനിയാ, ഈ ദുന്യാവിൽ ചില പാപങ്ങൾ, ചില തെറ്റുകൾ മനുഷ്യൻ ചെയ്താൽ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുന്യാവിൽ വെച്ച് തന്നെ പകരം കൊടുക്കും. അങ്ങനത്തെ ചില തെറ്റുകളുണ്ട്. ചില തെറ്റുകൾ ചെയ്താൽ മാതാപിതാക്കളെ ഇടങ്ങേറാക്കുക എന്നൊക്കെ പറയുന്നത് ആ വിഭാഗത്തിൽപ്പെട്ടതാണ്. സ്വന്തം മാതാപിതാക്കളെ ഇടങ്ങേറാക്കുക, ആഖിറത്തിലേക്കൊന്നും അല്ലാഹു നീട്ടിവെക്കൂല. ദുന്യാവിൽ തന്നെ പകരം അല്ലാഹു വീട്ടിയിരിക്കും. മാതാപിതാക്കളൊന്നും പകരം വീട്ടാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട, അല്ലാഹു തന്നെ പകരം വീട്ടുന്നുണ്ട്. ആഖിറത്തില് വേറെ. ഈ ദുന്യാവിൽ മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ, ചില തെറ്റുകൾ, അതിന് അല്ലാഹു ദുന്യാവിൽ തന്നെ പകരം വീട്ടും. അത്തരമൊരു തെറ്റാണ് വിശ്വാസവഞ്ചന കാണിക്കുക എന്നുള്ളത്. ആഖിറത്തിലേക്ക് വേറെ, ദുന്യാവിൽ വെച്ച് തന്നെ അല്ലാഹു അതിന് പകരം ചോദിക്കും എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ ദുന്യാവിന്റെ നേട്ടങ്ങളൊക്കെ നമുക്ക് ലഭിച്ചേക്കും, പക്ഷേ അതിലുപരി നമ്മുടെ ദുന്യാവും ആഖിറവും
അള്ളാഹു നശിപ്പിച്ചു കളയാൻ കാരണമാകുന്ന നമ്മൾ തന്നെ കാരണക്കാരായ ഒരു വലിയൊരു അപരാധമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മുഅ്മിനിന്റെ അടയാളമല്ല, മുനാഫിഖിന്റെ അടയാളാണ്. കപടവിശ്വാസികളുടെ ഈമാൻ അഭിനയിക്കുന്ന ആളുകളുടെ അടയാളാണ്. ആയത്തുൽ മുനാഫിഖി സലാസ, മുനാഫിഖിന്റെ അടയാളം 3 എണ്ണമാണ്. കപടന്മാരുടെ ഈമാൻ അഭിനയിക്കുന്ന ആളുകളുടെ അടയാളം 3 എണ്ണമാണ്. ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കളവ് പറയുക. അത് തന്നെ ഒരു വഞ്ചനയാണ്. മുഖത്ത് നോക്കിയിട്ട് നുണ പറയാ. സംസാരിച്ചാൽ കളവ്, മുഖത്ത് നോക്കി നുണ പറയാം, അത് തന്നെ ഒരു വഞ്ചനയാണ്. വഇദാ വഅദ അഖ്ലഫ, കരാറുകൾ ചെയ്താൽ അത് ലംഘിക്കുക, അതൊരു വഞ്ചനയാണ്. കരാറുകൾ ചെയ്താൽ ലംഘിക്കുക. വഇദാ അത്മിന ഖാന, നേർക്ക് നേരെ പറയാണ്, വിശ്വസിച്ചാൽ വഞ്ചിക്കുക. ഇത് മൂന്നും മുനാഫിഖിന്റെ കപടവിശ്വാസിയുടെ അടയാളമായി അള്ളാന്റെ റസൂല് പറഞ്ഞ ഈ 3 അടയാളങ്ങളും ഇന്നത്തെ കാലഘട്ടത്തിൽ വഞ്ചനയുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ കൂടെയുള്ളവരെ, ചേർന്ന് നിൽക്കുന്നവരെ അവരറിയാതെ വഞ്ചിക്കുക, അവരറിഞ്ഞോ അറിയാതെയോ ഒക്കെ വഞ്ചിക്കുന്നതിന്റെ പല ഘടകങ്ങളാണ്, പല രീതികളാണ്. അതുകൊണ്ട് മുസ്ലിമിന് പാടില്ലാത്തതാണ് ഈമാൻ മനസ്സിലുള്ളവരുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ലാത്തതാണ്. ഈമാൻ അഭിനയിക്കുന്നവരുടെ അടയാളാണ്. അപ്പം ജൂതന്മാരുടെ പാരമ്പര്യ സ്വഭാവമാണ് വിശ്വാസവഞ്ചന എന്നുള്ളത്. ജൂതന്മാരുടെ പാരമ്പര്യ സ്വഭാവമാണ്. ദുനിയാവിൽ എന്ന് മുതൽ ജൂതനുണ്ടോ അന്ന് മുതൽ അവരുടെ സ്വഭാവമാണ് വിശ്വാസവഞ്ചന കാണിക്കുക എന്നുള്ളത്. അള്ളാന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ മദീനയിൽ ബനൂ ഖുറൈള എന്ന പേരുള്ള ഒരു ഗോത്രമുണ്ട്. ന്യൂനപക്ഷമാണ്, ജൂതന്മാരാണ്. മദീനയിലെ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമാണ് ബനൂ ഖുറൈള ഗോത്രക്കാർ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് എല്ലാ സുരക്ഷിതത്വവും ഉറപ്പ് കൊടുത്തു. നിങ്ങൾ സുരക്ഷിതരാണ് ഈ നാട്ടിൽ, ആരെയും പേടിക്കണ്ട, ആരും നിങ്ങളെ ഉപദ്രവിക്കില്ല. ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിച്ചാൽ അവർക്കെതിരെ നിങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുണ്ട്, മുസ്ലിമീങ്ങളുണ്ട്. അള്ളാന്റെ റസൂൽ ഉറപ്പ് കൊടുക്കാണ്. മദീനയുടെ നേതാവാണ് അള്ളാന്റെ റസൂൽ. റസൂല് പറയാം, ഒരാൾ നിങ്ങളെ തൊടൂല, തൊട്ടാൽ ഞങ്ങളുണ്ട് പകരം ചോദിക്കാൻ. പകരം നിങ്ങൾ എന്ത് ചെയ്യണം? മദീനയെ ആരെങ്കിലും ആക്രമിച്ചാൽ നമ്മുടെ നാടാണ്, സ്വരാജ്യമാണ്. ആ മദീനയെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങളോടൊപ്പം നിങ്ങളും കൂടണം, ഞങ്ങളെ സഹായിക്കാൻ തയ്യാറാകണം. ഒറ്റ വ്യവസ്ഥയുള്ളൂ, നിങ്ങൾക്ക് സ്വസ്ഥമായി സമാധാനത്തോടെ ആരും നിങ്ങളെ ചോദ്യം ചെയ്യാതെ മദീനയിൽ ജീവിക്കാം. പകരം ആരെങ്കിലും മദീനയെ ആക്രമിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം നിങ്ങളും ചേർന്ന് സഹായിക്കണം. പക്ഷെ ആ ജൂതന്മാരെന്താ ചെയ്തത്? ആ കരാറുകളൊക്കെ ലംഘിച്ചു എന്നാണ്. മദീനയെ ഒറ്റിക്കൊടുത്തു എന്നാണ്. അള്ളാന്റെ റസൂലിനെ വഞ്ചിച്ചു എന്നാണ്. മദീനയെ ആക്രമിക്കാൻ വേണ്ടി സൈന്യത്തെ 10,000 വരുന്ന സൈന്യത്തെ വിളിച്ചു വരുത്തി മദീനയിലേക്ക് ജൂതന്മാർ, ഉള്ളിലുള്ള ജൂതന്മാർ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ നിലക്ക് കരാറ് ചെയ്ത, എല്ലാ ഉറപ്പും കൊടുത്ത ആ ജൂതന്മാർ മദീനയുടെ ഉള്ളിൽ നിന്നിട്ട് പുറത്തു നിന്ന് മക്കയിലെ ഖുറൈശികൾ അടക്കമുള്ള അവരുടെ നേതൃത്വത്തിലുള്ള വലിയ സൈന്യത്തെ മദീനയെ ആക്രമിക്കാൻ റസൂലിനെയും സഹാബത്തിനെയും മുസ്ലിമീങ്ങളെയും നശിപ്പിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തി. അതിനെ തുടർന്നാണ് ഖന്തക്ക് യുദ്ധമൊക്കെ ഉണ്ടായത്. ഖന്തക്ക് യുദ്ധം വലിയ കിടങ്ങൊക്കെ താത്തി 1 മാസത്തിലേറെ അള്ളാന്റെ റസൂലും സഹാബത്തും ഭയപ്പാടോടെ ശത്രുക്കളെ പ്രതീക്ഷിച്ച് എന്ത് സംഭവിക്കുന്നു എന്നറിയാതെ കാത്തിരുന്ന ആ മഹാസംഭവം, വയറ്റിൽ കല്ല് വെച്ച് കെട്ടിയിട്ട് അള്ളാന്റെ റസൂലെ കിടങ്ങ് താത്തിയ സംഭവമൊക്കെ എല്ലാം ഉണ്ടായത് ഇതിനെ തുടർന്നാണ്.
ലോകത്ത് കൊടും ചതിയുടെ പാരമ്പര്യം അവർക്കുള്ളൂ. അള്ളാന്റെ റസൂലിനും സഹാബത്തിനും ഒരു ജൂത സ്ത്രീ, കിളവിയായ ഒരു സ്ത്രീ വിരുന്നിന് വിളിച്ചു റസൂലിനെയും സഹാബത്തിനെയും. എന്നിട്ട് വലിയ മട്ടൻ ആട്ടിറച്ചി ഭക്ഷണം ഉണ്ടാക്കി. കൊടും വിഷായിരുന്നു. ഒരു സഹാബി മരണപ്പെട്ടു അത് കഴിച്ചിട്ട്. അള്ളാന്റെ റസൂല് വായിലിട്ടുള്ളൂ. അത്ഭുതകരമായി റസൂല് രക്ഷപ്പെടുക ചെയ്തത്. അതിൽ നിന്ന് ഉള്ളിലേക്ക് ഇറക്കാതെ റസൂല് രക്ഷപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ വായിൽ വീണ ആ ഇറച്ചി കഷ്ണത്തിലുണ്ടായിരുന്ന കൊടും വിഷം വഫാത്ത് വരെ അള്ളാഹുവിന്റെ റസൂലിന് വലിയ വേദനയായിട്ട് അലട്ടിക്കൊണ്ടിരുന്നു എന്നാണ്. ഒരു ചെറിയൊരു കഷ്ണം വായിൽ വീണ് പിന്നെ തുപ്പിക്കളഞ്ഞ അള്ളാന്റെ റസൂൽ. പക്ഷേ വഫാത്ത് വരെ റസൂലിനെ അലട്ടിക്കൊണ്ടിരുന്നു. ഒരു സ്ത്രീയാണ്, പ്രായമേറിയ വലിയ പ്രായമുള്ള ഒരു സ്ത്രീയാണ്. വിരുന്നിന് റസൂലിനെയും സഹാബത്തിനെയും ക്ഷണിച്ചിട്ട് അവസാനം വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കുക. ജീവിക്കാൻ അവസരം കൊടുത്തവരെ കൊടും ചതിയിലൂടെ ഇല്ലാതാക്കുന്ന സ്വഭാവം അത് ജൂതന്മാരുടെ പാരമ്പര്യമാണ്. ജീവിക്കാൻ അവസരം കൊടുത്തവരെ കൊടും ചതിയിലൂടെ ഇല്ലാതാക്കുന്നത് ജൂതന്മാരുടെ ഇന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് ജൂതനുണ്ടോ അന്ന് മുതൽ ഇന്ന് വരെ ഒരു നാട്ടിലും വീടില്ലാതെ രാജ്യമില്ലാതെ അഭയാർത്ഥികളായി കഴിഞ്ഞവരാണ് യഥാർത്ഥത്തിൽ ജൂതന്മാർ. അവർക്ക് അല്പം മണ്ണ് കൊടുത്തത് 1948 ഫലസ്തീനികളാണ്. ജൂതന്മാർക്ക് താമസിക്കാൻ കയറിക്കിടക്കാൻ ഒരു വീടും സ്വന്തമെന്ന് പറയാൻ അല്പം മണ്ണും കൊടുത്തത് 1948 ജൂതന്മാരാണ്. എന്നിട്ട് എന്താണ് അവര് ചെയ്തത് എന്ന് നമുക്കറിയാം. അവർക്ക് രാജ്യം കൊടുത്ത, വീട് കൊടുത്ത, താമസിക്കാൻ സൗകര്യം കൊടുത്ത ആ ഫലസ്തീനുകളെ ആട്ടിയോടിച്ചിട്ട് ആ രാജ്യം സ്വന്താക്കുക ചെയ്തത്. ആട്ടിയോടിക്കുകയല്ല, പലപ്പോഴും കൊന്നൊടുക്കിയിട്ട് മറ്റു പല ലോകത്തെ വൻശക്തികളുടെയും സഹായത്തോടെ ആ രാജ്യം മുഴുവൻ കീഴടക്കി. എന്നിട്ടൊരു ചെറിയൊരു പ്രദേശത്തേക്ക് ഫലസ്തീനികളെ ഒതുക്കി. ഗസയിലെ ഇപ്പോഴും വലിയ കൂട്ടക്കൊലകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗസയിൽ ഇറാനിൽ അക്രമം നടത്തുന്നതിനോടൊപ്പം കഴിഞ്ഞയാഴ്ച ഭക്ഷണം വാങ്ങാൻ വേണ്ടി പാത്രവും പിടിച്ച് കാത്തു നിന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരുടെ മുകളിലേക്കാണ് ബോംബ് വർഷിച്ചത്. 50ഓളം പേരാണ് മരണപ്പെട്ടത്. 50ഓളം പേർ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിന്നവരാണ്. പാത്രം പിടിച്ചുകൊണ്ട് വിശന്നു വലന്ന കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കമുള്ളവർ അവരുടെ മുകളിലേക്കാണ് കഴിഞ്ഞ ആഴ്ച ബോംബിട്ടത്. 50ഓളം പേരാണ്. ഇറാനെതിരെ തിരിഞ്ഞേക്കാണ്. പശ്ചിമേഷ്യയിൽ അവർക്ക് ഏറ്റവും വലിയ ഭീഷണിയാകാൻ സാധ്യതയുള്ള രാജ്യം. അത്രയുള്ള കാരണം, അല്ലാതെ വേറൊരു കാരണമില്ല. ആ പ്രദേശത്ത് അവർക്ക് ഭീഷണിയാകുന്ന ഏക രാജ്യം എന്ന ഒരൊറ്റ കാരണം മാത്രമാണ് ഇറാനെതിരെ തിരിഞ്ഞതിന്റെ അടിസ്ഥാനപരമായ കാരണം. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഭൂമിക്ക് മുകളിൽ, ഈ ഭൂമിക്ക് മുകളിൽ ഏറ്റവും വലിയ പൈശാചികമായി ചിന്തിക്കുന്ന ബുദ്ധി എന്ന് പറഞ്ഞാൽ അത് ജൂതന്റെ ബുദ്ധിയാണ്. സാധാരണ മനുഷ്യന്മാര് ചിന്തിക്കാത്ത നിലക്ക് ഏറ്റവും വലിയ പൈശാചിക ബുദ്ധിയുടെ ചിന്തയുടെ ഉടമകൾ, സാധാരണക്കാര് ചിന്തിക്കാനും ചെയ്യാനും പറയാനും മുതിരാത്ത പലതും ചിന്തിക്കുകയും ചെയ്യുകയും പറയുകയും ചെയ്യുന്നവർ. ആണ് പെണ്ണ് കുഞ്ഞ് വലുത് എന്നൊന്നും വ്യത്യാസമില്ല. കഴിഞ്ഞ മാസം ഫലസ്തീനികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ജൂത പട്ടാളക്കാരന് ഇസ്രയേലിൽ നിന്ന് പ്രായപൂർത്തിയാകാത്ത ഒരു സ്കൂൾ വിദ്യാർത്ഥി ഒരു മെസ്സേജ് അയച്ചു എന്നാണ്. അയാൾ അതെടുത്ത് ഇന്റർനെറ്റിലേക്ക് ഒക്കെ ഇട്ടു, ഇൻസ്റ്റഗ്രാമിലേക്കൊക്കെ ഇട്ടു. അവസാനം വലിയ വിവാദമാകുന്നു എന്ന് തോന്നിയപ്പോൾ അത് പിൻവലിക്കുക ചെയ്തത്. സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു പയ്യനാണ്. ഫലസ്തീനിൽ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ജൂത പട്ടാളക്കാരനാണ് മെസ്സേജ് വിട്ടത്. ഫലസ്തീനികളെ കൊന്നൊടുക്കുന്ന നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ഒന്നുകൂടി എനിക്ക് പറയാനുണ്ട്, നിങ്ങൾ തടവിൽ പിടിക്കുന്ന ഫലസ്തീനികളെ അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തിട്ട് നിങ്ങൾ കൊല്ലണം.
നിങ്ങളെ തടവിൽ പിടിക്കുന്ന ഫലസ്തീനികളെ അതിക്രൂരമായിട്ട് എന്ന് പറഞ്ഞാൽ തുരുമ്പ് പിടിച്ച ഇരുമ്പിന്റെ കമ്പി കൊണ്ട് ബലാത്സംഗം ചെയ്തിട്ട് കൊല്ലണം. സ്കൂളിൽ പഠിക്കുന്ന പ്രായപൂർത്തിയാകാത്ത ഒരു കുഞ്ഞിന്റെ ചിന്തയാണ്. അതറിഞ്ഞ ഇസ്രയേലികൾ മുഴുവനും അതിനെ വല്ലാതെ പ്രോത്സാഹിപ്പിച്ചു. നമ്മുടെ മക്കളൊക്കെ എങ്ങനെയാണ് വളർന്നു വരേണ്ടത്? ജൂതന്മാരെല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിച്ചു. ഇൻസ്റ്റഗ്രാമിലേക്ക് പോസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വിമർശനങ്ങൾ വന്നപ്പോഴാണ് അത് പിൻവലിച്ചത്. ഒരു ജൂതൻ എന്ന് പറഞ്ഞാൽ അവന്റെ ചിന്തകൾ ഈ നിലക്കാണ്. അതിന് കുഞ്ഞുകുട്ടിന്നൊന്നും വ്യത്യാസമില്ല, ആണ് പെണ്ണെന്നൊന്നും വ്യത്യാസമില്ല. ആ നിലക്ക് അള്ളാഹുവിന്റെ ശാപം ഏറ്റുവാങ്ങിയ വിഭാഗമാണ് ജൂതന്മാർ. അതൊരു വല്ലാത്ത സത്യമാണ്. പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചേരുന്ന സത്യമാണ്. നമുക്കാകെ ആശ്വാസമുള്ളത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ നാളെ ഖിയാമത്തിന്റെ സമയത്ത് ഈ ഭൂമിയിലുള്ള കല്ലുകളും മരങ്ങളും മുസ്ലിമിനോട് വിളിച്ചു പറയുമെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞ ഹദീസാണ്. എന്റെ പിന്നിൽ ഒരു ജൂതൻ ഒളിച്ചിരിപ്പുണ്ട്, എടാ മുസ്ലിമേ നീ വന്നവനെ കൊല്ലണം എന്ന് മുസ്ലിമിനോട് കല്ലുകളും മരങ്ങളും വിളിച്ചു പറയുമെന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസാണ്. അങ്ങനത്തെ ഒരു കാലം വരാനുണ്ട് എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സമാധാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജൂതനെതിരെ, അവരുടെ അക്രമങ്ങൾക്കെതിരെ മുസ്ലിം ഉമ്മത്തിനെ സഹായിക്കട്ടെ, മുസ്ലിം രാജ്യങ്ങളെ സഹായിക്കട്ടെ. അവരോട് പ്രതിരോധിക്കുന്ന പോരാട്ടം നടത്തുന്ന മുസ്ലിം രാജ്യങ്ങളും നമ്മുടെ സഹോദരങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിജയം നൽകട്ടെ, സമാധാനം നൽകട്ടെ. പടച്ചവന്റെ സംരക്ഷണം കൊടുത്ത് അല്ലാഹു അവരെ അനുഗ്രഹിക്കട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.